ഇപ്പോൾ ദുർഗിലെ സെൻട്രൽ ജയിലിന് മുമ്പിലാണ് നമ്മളുള്ളത്. നമ്മോടൊപ്പം ഇവർ എം പിമാരെല്ലാം തന്നെ എം പിമാരും എൽ ഡി എഫിൻ്റെ പ്രതിനിധി സംഘവും ഇവിടെ എത്തിയപ്പോൾ ഇവരെ പോലീസ് തടയുന്ന ഒരു സമീപനം സ്വീകരിക്കുന്നു. മാത്രമല്ല ചില സാങ്കേതിക കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അനുവദിക്കില്ല എന്നൊരു നിലപാട് സ്വീകരിക്കുകയാണ്. നമ്മോടൊപ്പം എ റഹീം എം പി ചേരുകയാണ്. ചില സാങ്കേതികമായ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. സ്വാഭാവികമായും ഇത് ബോധപൂർവമായ ഒരു നീക്കം വരെ നടത്തുന്നത്. തീർച്ചയായിട്ടും സാങ്കേതിക കാരണങ്ങളാൽ അവർ ഒഴിവാക്കുകയാണ്. ആ പറയുന്ന ജയിൽ മാനുവലിലെ സാങ്കേതികത്വം ടൈമാണ് പറയുന്നത്. അതിൽ തന്നെ ജയിൽ സൂപ്രണ്ടിന് അദ്ദേഹത്തിൻ്റെ ഡിസ്ക്രിപ്ഷണറി പവർ ഉപയോഗിക്കാവുന്നതുമാണ്. അപ്പോൾ എന്താ ഉപയോഗിക്കാത്ത മുകളിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരമാണ്. ഒരൊറ്റ കാര്യം മാത്രമാണ് ഞങ്ങൾക്ക് ഇവരോട് പറയാനുള്ളത്. ഞങ്ങളിവിടെ കഴിയും, ഞങ്ങളിവിടെ താമസിക്കും, ഞങ്ങൾ ഛത്തീസ്ഗഡിൽ തുടരും. ഞങ്ങൾ ഈ പറയുന്ന 2 സിസ്റ്റേഴ്സിനെയും കണ്ട് സാന്ത്വനിപ്പിക്കുകയും അവരിൽ നിന്ന് വിവരങ്ങൾ അറിയുകയും അവരുടെ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് മാത്രമേ ഛത്തീസ്ഗഡിൽ മടങ്ങാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇപ്പോൾ ഡിനേ ചെയ്യുന്നതിൻ്റെ കാരണം എന്താണ്? ടൈം. നാളെ നിങ്ങൾ ഓൺ ടൈമിൽ വന്നാൽ എങ്ങനെയാണ് ഇവർ നിഷേധിക്കുന്നതെന്ന് നമുക്ക് കാണണമല്ലോ. അപ്പോൾ ഓരോ കാരണം പറഞ്ഞവർ ഡിനൈ ചെയ്യുന്നതിൻ്റെ കാരണം അവരിൽ നിന്ന് വിവരങ്ങൾ ആരായുന്നതും സത്യം പുറത്തു വരുന്നതും അവരോട് സമ്പർക്കം പുലർത്തുന്നവരെയും ഭരണകൂടം ഭയപ്പെടുന്നതുകൊണ്ടാണ്. BJP ഗവൺമെൻറ് ഞങ്ങളെ അനുവദിക്കുന്നില്ല, പരമാവധി ആളുകളെ നിരുത്സാഹപ്പെടുത്തുന്നു, കാണുന്നതിന് തടസ്സപ്പെടുത്തുന്നു, ബന്ധുക്കളെ കാണാൻ സമ്മതിക്കുന്നില്ല. അതുകൊണ്ട് ഞങ്ങളിതിൽ നിന്ന് പിന്മാറാൻ ഉദ്ദേശിക്കുന്നില്ല. ശക്തമായി ഗവൺമെൻറ് നയത്തിൽ പ്രതിഷേധിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നാളെ ഞങ്ങളിവിടെ തുടരും. ഇവരെ കണ്ടതിന് ശേഷം മാത്രമേ മടങ്ങുകയുള്ളൂ. ഇതിനിടയിൽ മറ്റു വിക്ടിംസിനെ ഞങ്ങൾ കാണാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ആ വിക്ടിംസിൻ്റെ രക്ഷകർത്താക്കളെ കാണാൻ ഉദ്ദേശിക്കുന്നുണ്ട്. സംഘപരിവാറിൻ്റെ ഭീഷണിയുടെ മുമ്പിൽ ഭയന്ന് നിൽക്കുന്ന മനുഷ്യരെ മുഴുവൻ ഞങ്ങൾ ഈ സമയത്തിനകം കാണാനും സന്ദർശിക്കാനുമാണ് ഉദ്ദേശിക്കുന്നത്. ഇതിൽ കൃത്യമായ പ്രൊസീജിയർ എല്ലാം തന്നെ പാലിച്ചുകൊണ്ട് തീർച്ചയായിട്ടും പ്രൊസീജിയർ 2 തരത്തിലാണ്. ആപ്ലിക്കേഷൻ ആദ്യം ഇദ്ദേഹം പറഞ്ഞത് നിങ്ങളെല്ലാം മീഡിയ പേഴ്സൺസ് നിൽക്കുമ്പോൾ പുള്ളി പറഞ്ഞത് ആപ്ലിക്കേഷൻ കിട്ടിയിട്ടില്ല എന്നാണ്. അപ്പോൾ ആപ്ലിക്കേഷൻ അയച്ചതിൻ്റെ സ്ക്രീൻഷോട്ട് കാണിച്ചു. അപ്പോൾ പിന്നെ അദ്ദേഹം പറഞ്ഞു നിങ്ങൾ വന്നത് താമസിച്ചു പോയി. അദ്ദേഹം ഗോൾ പോസ്റ്റ് മാറ്റി, അഭിപ്രായം മാറ്റി. നിങ്ങളുടെ എല്ലാവരുടെയും മുമ്പിൽ വെച്ചാണ്. അപ്പോൾ എന്ത് വൃത്തികേടാണ് കാണിക്കുന്നത്? ഇനി ഞങ്ങൾ ആപ്ലിക്കേഷൻ രാവിലെ സബ്മിറ്റ് ചെയ്തു, കൃത്യമായിട്ട് ഇവരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. അതിന് പുറമെ CPIയുടെയും CPIഎമ്മിൻ്റെയും ഛത്തീസ്ഗഡിലെ സ്റ്റേറ്റ് ലീഡർഷിപ്പ് ഇവിടെ നേരിട്ടെത്തുകയും റിട്ടേൺ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ജയിൽ സൂപ്രണ്ടിന് നേരിട്ട് സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും വളരെ കൃത്യമായ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ആദ്യം പറഞ്ഞത് ആപ്ലിക്കേഷൻ കിട്ടിയിട്ടില്ല എന്നാണ്. ആ ആപ്ലിക്കേഷൻ കിട്ടിയത് ഞങ്ങൾ തെളിവ് സഹിതം കാണിച്ചപ്പോൾ ഉടനെ പറഞ്ഞു അത് സമയം കഴിഞ്ഞു പോയി. അപ്പോൾ തൊടുന്യായം പറഞ്ഞ് മടക്കി അയക്കുന്നതാണ്. അങ്ങനെ മടങ്ങിപ്പോകാൻ ഉദ്ദേശിക്കുന്നില്ല. ഞങ്ങളിവിടെ തുടരും. ഞങ്ങൾ നാളെ വരെ കണ്ടതിന് ശേഷം മടങ്ങും.